ക്രിയാറ്റിൻ കൂടുക പലപ്പോഴും പല ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ക്രിയാറ്റിനും കൂടും, പിന്നീട് അത് ഡയാലിസിസിലേക്ക് കടക്കും, പിന്നീട് അത് മരണത്തിലേക്ക് ലാസ്റ്റ് കൊണ്ട് എത്തിക്കും എന്നുള്ളത്. ഡയാലിസിസ് എന്താണ്, ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിഡ്നി കേടുവരിക, ക്രിയാറ്റിൻ കൂടുന്ന കണ്ടീഷൻ വരിക, അതുപോലെ മൂത്രം കെട്ടിക്കിടക്കുന്ന അവസ്ഥകളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു മരണത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. അത് മിക്ക ആളുകളും ഇന്ന് ഫേസ് ചെയ്യുന്നത് തന്നെയാണ്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരാനുള്ള റീസൺ എന്ത് തന്നെയാണ്? കൂടുതലായിട്ടും ഡയബറ്റിക് പോലെയുള്ള പ്രശ്നങ്ങളാണ്. അതേപോലെ തന്നെയാണ് കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിലുള്ള ചില ശീലങ്ങളുണ്ട്. അതേപോലെ പ്രഷർ കൂടുന്ന ഹൈപ്പർ ടെൻഷൻ്റെ കണ്ടീഷനൊക്കെ വരുമ്പോഴാണ് മിക്ക ആളുകൾക്കും ഗ്രാജ്വലി എന്ത് സംഭവിക്കുന്നത്, ഈ പറഞ്ഞതുപോലെ കിഡ്നി ഡാമേജ്ഡായിട്ട് ക്രിയാറ്റിനും കൂടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ ക്രിയാറ്റിന് എന്തുകൊണ്ട് കൂടുന്നു, എങ്ങനെ നമുക്കത് കുറയ്ക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മാനേജ് ചെയ്യേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ QNB ഹെൽത്ത് കെയർ കൊടുവള്ളി. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന സുഹൃത്തുക്കൾ ചുറ്റുപാടുകൾക്കിടയിൽ തന്നെ ക്രിയാറ്റിൻ ചിലപ്പോൾ എന്ത് ചെയ്യും, 2 അല്ലെങ്കിൽ 2 കഴിഞ്ഞ് 3 ആയിട്ടുള്ള പല ആളുകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രീ ഡയാലിസിസ് എന്നുള്ള ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഡയാലിസിസിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കണ്ടീഷൻ മിക്ക ആളുകൾക്കുണ്ടായിരിക്കും. അതുമായുള്ള ടെൻഷൻ ഉണ്ടായിരിക്കും, മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കും, ഉറക്കമില്ലാത്ത കണ്ടീഷൻ എല്ലാതും ഉണ്ടായിരിക്കും. അത് ക്രിയാറ്റിന് ഉണ്ട് എന്ന് അറിഞ്ഞ അവസ്ഥയാണ്. അതേസമയം ചിലപ്പോൾ നമ്മൾ ഷുഗർ പോലും മൈൻഡ് ചെയ്യാത്ത ആളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ കൺട്രോളായിരിക്കും, അല്ലെങ്കിൽ തോന്നുന്ന സമയത്ത് മെഡിസിൻ എടുക്കുന്ന ആളുകളായിരിക്കും. അവരോട് എത്ര പറഞ്ഞാലും എന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് കൊണ്ടുപോകാത്ത ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. പലപ്പോഴും ക്ലിനിക്കിൽ വരുന്ന കേസുകളാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നീരൊക്കെ കൂടുതൽ പ്രോട്ടീനൊക്കെ എടുക്കുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ക്രിയാറ്റിനിൻ കൂടിക്കഴിഞ്ഞാൽ ശരീരം ചില ലക്ഷണങ്ങളൊക്കെ ഒന്ന് കാണിക്കും. അതായത് ചില അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ അടയാളങ്ങൾ വന്നു തുടങ്ങും. അതിലൊന്നാണ് നീര് കിട്ടുക എന്നുള്ളത്. അതായത് കാലിലൊക്കെ എന്ത് ചെയ്യും, നല്ല തോതിൽ വീക്കം വരിക, അതുപോലെ മുഖത്ത് വലിയ തോതിൽ എന്ത് ചെയ്യുക, കണ്ണിന് താഴെയായിട്ട് വീക്കം വരിക, അതുപോലെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി, ഒരുപാട് വാക്കാനങ്ങളും, അതുപോലെ വൊമിറ്റിങ് തന്നെ ഉണ്ടായിരിക്കുക, ക്ഷീണം കൂടുതൽ വരിക, അതുപോലെ എപ്പോഴും കിടക്കണം എന്നുള്ള ടെൻഡൻസി വരിക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരും. ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കിഡ്നിയുടെ ഫങ്ഷൻ വളരെയധികം ഡാമേജിലേക്ക് പോകും. നീർക്കെട്ട് കൂടും, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരും, അലർജിക് ഇഷ്യൂസുകൾ നന്നായിട്ട് വരും, കഫം നല്ല രീതിയിൽ എന്ത് ചെയ്യും, ലങ്സിൽ നിറയുന്ന അവസ്ഥ വരും. അത് പിന്നീട് ന്യൂമോണിയ പോലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോകും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും എന്നത് തന്നെയാണ്. അപ്പോൾ ക്രിയാറ്റിനിൻ എപ്പോഴും പ്രോപ്പറാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തണം. അപ്പോൾ ഇത് പല റീസണുകളും എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ക്രിയാറ്റിൻ കൂടാൻ കാരണമാകാറുണ്ട്. അതിൽ ഒന്നാണ് ഷുഗർ എന്നുള്ളത്. ഷുഗർ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബോഡിയിൽ ഇൻഫ്ലമേഷൻ വലിയ തോതിൽ കൂടും. ഈ ഷുഗർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാകാനുള്ള റീസൺ തന്നെ എന്താണ്, ആക്ച്വലി ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് നമ്മൾ അമിതമായിട്ട് കാർബ് കഴിക്കുമ്പോൾ, അമിതമായിട്ട് മധുരം കഴിക്കുമ്പോൾ ബോഡിയിൽ എപ്പോഴും ഇൻസുലിൻ കൂടി നിൽക്കുന്ന അവസ്ഥ വരും. ബോഡിയിൽ എപ്പോഴും രക്തത്തിലെപ്പോഴും ഗ്ലൂക്കോസ് കൂടിയ അവസ്ഥ വരും. അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. അതുമൂലം എന്ത് ചെയ്യും, നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുക, പൊണ്ണത്തടി വരിക, ഫാറ്റ് ലിവർ വരിക, ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ബ്ലഡിൽ നല്ല തോതിൽ കൂടും. ഇൻറ്റസ്റ്റൈനിൽ ആ ഒരു ഭാഗത്തൊക്കെ നല്ല ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് വൈറസ് സംബന്ധമായ അസുഖങ്ങളും കൂടുതൽ പൊതുവായിട്ട് കണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ TNF, IL-6 ഇങ്ങനെയുള്ള ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് കൂടുതൽ വരികയും ഇതെന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡിൽ പലയിടങ്ങളിൽ പാസ് ചെയ്യും. അത് ജോയിൻറ്റുകളിലെത്തും, സ്കിന്നിലെത്തും, ബ്രെയിനിലെത്തും, നഖങ്ങളിലെത്തും, മുടിയിലെത്തും, എല്ലാ ഭാഗങ്ങളിലും കൈയും കാലും മസിലൊക്കെ എത്തും. അപ്പോൾ എന്നതുപോലെ ഇത് പലപ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ കിഡ്നികളിലും എത്തും എന്നുള്ള. അപ്പോൾ ഈ 2 കിഡ്നിയിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാത്തോളജി, ഇൻഫ്ലമേഷൻ നല്ല തോതിലുണ്ടാകും. ഈ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് നമ്മുടെ ഗട്ടിൽ നിന്ന്, നമ്മുടെ ദഹന സംബന്ധമായിട്ട്, അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് രക്തത്തിലൂടെ കലർന്ന് വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത് പോലെ നമ്മുടെ കിഡ്നിയിലെത്തും. അവിടെ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാക്കുകയും ഈ പറഞ്ഞതുപോലെ ഫിൽട്രേഷനൊക്കെ ആകെ ഡാമേജിലാക്കി കളയും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രക്തത്തിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ക്രിയാറ്റിനൊക്കെ വളരെ കൂടുതലായിട്ട് നിൽക്കും. ക്രിയാറ്റിൻ പൊതുവായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട്, ഒരു വേസ്റ്റ് പ്രൊഡക്റ്റായിട്ട് ഉണ്ടാകുന്നതാണ്. അത് മൂത്രത്തിലൂടെ എന്ത് ചെയ്യണം, പുറം തള്ളേണ്ടതാണ്.
പക്ഷേ ഷുഗർ കൂടിയിട്ട് ഇൻഫ്ലമേഷൻ കൂടിയിട്ട് കിഡ്നി ഡാമേജ്ഡ് ആയി കഴിഞ്ഞാൽ കിഡ്നി എന്തെങ്കിലും ആ ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പൊതുവായിട്ട് ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ശരീരത്തിന് പുറന്തള്ളാൻ പറ്റില്ല. ശരീരത്തിൽ ക്രിയാറ്റിനും മറ്റ് പ്രശ്നങ്ങളൊക്കെ കൂടും. അപ്പോൾ ഈ വേസ്റ്റ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് മെറ്റബോളിസം തന്നെ പിന്നീട് അത് ഡാമേജ്ഡ് ആക്കി കളയുന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയബറ്റിക് എന്ന് പറയുന്നത് എല്ലാ സിസ്റ്റത്തിലും ഡാമേജ്ഡ് ആക്കുന്നതാണ്. അപ്പോൾ എന്നതുപോലെ കിഡ്നിയെയും എന്ത് ചെയ്യുന്നുണ്ട്, ക്രമാതീതമായി ബാധിക്കുന്നുണ്ട്. അതുമൂലം എന്ത് സംഭവിക്കുന്നതാണ്, ഈ പറഞ്ഞതുപോലെ ക്രിയാറ്റിൻ വളരെയധികം കൂടുതലാണ്. ചില ആളുകൾക്ക് യൂറിക് ആസിഡ് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു കണ്ടീഷൻ നല്ല രീതിയിൽ കൂടാറുണ്ട്. പിന്നെ മറ്റൊരു കാരണമാണ് ഹൈ പ്രഷർ കൂടുക എന്നുള്ളത്. ബി പി വലിയ തോതിൽ കൂടുന്നൊരു അവസ്ഥ വരിക എന്നുള്ളത്. ബി പി പല കാരണങ്ങൾ കൊണ്ട് കൂടാം. അതായത് ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ബി പി കൂടും. അതേപോലെ തന്നെ ജനറ്റിക്കലി പാരമ്പര്യമായിട്ട് ബി പി കൂടിയ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ കൂടുതൽ കൊളസ്ട്രോൾ കൂടുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ശീലമുള്ള ആളുകളുണ്ടെങ്കിലും അവർക്കും ബി പി കൂടും. ഉറക്കമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്കും ബി പി കൂടും. അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഹൃദയത്തിൽ നിന്ന് നല്ലൊരു ശതമാനം ബ്ലഡ് ഡയറക്റ്റ് ഇവിടേക്ക് പാസ് ചെയ്യുന്നുണ്ട്, കിഡ്നിയിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, എന്ത് ചെയ്യണം, ആ ഒരു ശരീരത്തിലുള്ള ബ്ലഡ് എല്ലതും പ്യൂരിഫൈ ചെയ്യുക എന്നുള്ള വലിയൊരു ഫങ്ഷനാണ് കിഡ്നി ചെയ്യുന്നത്. അപ്പോൾ രക്തത്തിൻ്റെ ഒരു പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ കിഡ്നിയിൽ നല്ല രീതിയിൽ പ്രഷർ കൂട്ടും. അവിടുത്തെ രക്തക്കുഴൽ ബ്രേക്ക് ആവാനും അവിടുത്തെ ഒരു ഫിൽട്രേഷൻ കപ്പാസിറ്റി കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ബി പി കൂടുന്ന കണ്ടീഷനുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, എപ്പോഴും കിഡ്നിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അവർക്ക് ഈ പറഞ്ഞതുപോലെ ഛർദി വരിക, ക്ഷീണം തോന്നുക, കാലിൽ നീര് വരിക, അതുപോലെ കൈയും കാലൊക്കെ തളർച്ച വരിക, മുഖത്തൊക്കെ പഫ്നെസ് പോലെ നീർക്കെട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കിഡ്നി ടെസ്റ്റ് ചെയ്യണം. ക്രിയേറ്റിനിൻ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്നതുപോലെ തന്നെ ഈ രണ്ട് കാരണങ്ങളാണ് മോസ്റ്റ് റീസണായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിനോട് നമ്മൾ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ കൂട്ടുന്ന സംഗതികളൊന്നും തൊടുകയേ ചെയ്യരുത്. അമിതമായിട്ടുള്ള ബേക്കറി, അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കൽ, എപ്പോഴും കഴിക്കുന്ന ശീലങ്ങൾ, അമിതമായിട്ട് ചോറ് കഴിക്കുക, ഇതൊക്കെ ഷുഗർ കൂട്ടും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും, ഇൻഫ്ലമേഷൻ കൂട്ടും, കിഡ്നിയിൽ പ്രശ്നങ്ങൾ വരും, ഡാമേജ്ഡ് ആക്കും. അപ്പോൾ ഷുഗർ ഉള്ള ആളുകൾ കിഡ്നി മാത്രമായിരിക്കില്ല കേട്ടോ, ലിവർ പ്രശ്നം ഉണ്ടായിരിക്കും, ബ്രെയിന് പ്രശ്നം ഉണ്ടായിരിക്കും, സ്കിന്ന് പ്രശ്നം ഉണ്ടായിരിക്കും, ഗ്യാസ്ട്രൈറ്റിക് റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ, ഇതെല്ലതും വരും. മൾട്ടി റിലേറ്റഡ് ആയിട്ട് സിംറ്റംസുകൾ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയാറുണ്ട്. അപ്പോൾ എന്നതുപോലെ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കിഡ്നിയിൽ, അപ്പോൾ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ കിഡ്നിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ മധുരവും ഈ പറഞ്ഞതുപോലെ കാർബുകളൊക്കെ എന്ത് ചെയ്യുക, നല്ല തോതിൽ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ പ്രോട്ടീന് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലൊന്നും കഴിക്കരുത്. കാരണം പ്രോട്ടീൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ്, അതുപോലെ ക്രിയേറ്റിൻ എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ക്രിയേറ്റിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കുറയും. എസ്പെഷ്യലി ഓൾറെഡി കിഡ്നി ഡാമേജിലുള്ള ആളുകളാണ് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ കൂടുതൽ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് വേസ്റ്റ് മെറ്റീരിയൽ കൂടുതൽ കൂടും ശരീരത്തിലും. അത് ശരീരത്തിന് പുറന്തള്ളാൻ പറ്റാത്ത, കിഡ്നിക്ക് പുറന്തള്ളാൻ പറ്റാത്ത അവസ്ഥ വരും. രക്തത്തിൽ അത് പ്രശ്നങ്ങൾ കൂടും, ഇൻഫ്ലമേഷനും മറ്റു പല പ്രയാസങ്ങളും ഉണ്ടാക്കും എന്നതാണ്. അപ്പോൾ കിഡ്നി ഡാമേജ്ഡ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അമിതമായിട്ട് പ്രോട്ടീൻ എടുക്കരുത്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിന് വെജിറ്റബിൾ പ്രോട്ടീൻ ആണെങ്കിൽ ശരി, നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതാണ് റെഡ് മീറ്റ് പോലെയുള്ളത്. വെജിറ്റബിളൊക്കെ കുറച്ചൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും വേണം, പക്ഷേ ഇത് ലിമിറ്റഡ് ആയിട്ട് എടുക്കാനേ പാടുള്ളൂ. ഡോക്ടേഴ്സ് പറയുന്നതിനനുസരിച്ച് മാത്രമേ പ്രോട്ടീൻ അളവ് എടുക്കാൻ പാടുള്ളൂ. ഇനി മൂന്നാമത് നമ്മൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് ഉപ്പ് അത് ഒഴിവാക്കേണ്ടതാണ്. ഉപ്പ് തിന്നവന് വെള്ളം കുടിക്കുമെന്ന് പറയുന്നത് പോലെ നമ്മൾ പലപ്പോഴും അറിയാതെ ഉപ്പ് വളരെയധികം കഴിക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ ഫാസ്റ്റ് ഫുഡിൽ വളരെയധികം ഉള്ളതാണ് ഉപ്പ്. അതുപോലെ ഉപ്പിലിട്ടത് നമ്മൾ കൂടുതൽ കഴിക്കുന്ന ശീലം ഉണ്ടാകും. അതേപോലെ തന്നെ ഉണക്കമീൻ കഴിക്കുന്ന ശീലം, പപ്പടം കഴിക്കുന്ന ശീലം, അതുപോലെ മിച്ചർ പോലെയുള്ള ബേക്കറി ഐറ്റംസുകൾ, ലെയ്സ് പോലെയുള്ള ബേക്കറി ഐറ്റംസുകൾ, ഇതിലൊക്കെ വലിയ തോതിൽ സോൾട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പ് നമ്മൾ ശരീരത്തിലേക്ക് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപ്പിന് സന്തുലിതാവസ്ഥമായിട്ട് നിലനിർത്താൻ ശരീരം കൂടുതൽ വെള്ളം കൂടെ സ്റ്റോർ ചെയ്യും. അപ്പോൾ ശരീരം ചീർക്കുന്നൊരവസ്ഥ വരും. അപ്പോൾ ഈ ഉപ്പ് തിന്നാൽ, അല്ലെങ്കിൽ ഉപ്പ് കൂടുതൽ കഴിച്ചാൽ എന്ത് ചെയ്യും, വെള്ളം കൂടുതലുണ്ടാകും. ഇത് കിഡ്നിയെ നല്ല തോതിൽ ഡാമേജ്ഡ് ആക്കും, അത് ഭയങ്കര പ്രഷർ കൂട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമായിട്ട് നമ്മൾ കൺട്രോൾ ആക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കിഡ്നിയൊക്കെ ഡാമേജ്ഡ് ഉണ്ട്, യൂറിക് ആസിഡ് അതുപോലെ ക്രിയേറ്റിനൊക്കെ കുറച്ച് ബോർഡർ ലൈനിലാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം,
ഈ പണികളൊക്കെ നിർത്തണം, ഇല്ലെങ്കിൽ ക്രിയേറ്റിൻ കൂടും, കിഡ്നിക്ക് പ്രഷർ കൂടുതലായിട്ട് വരുന്നതാണ്. ഇനി അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഹൈഡ്രേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിഡ്നിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ നല്ല തോതിൽ ഹൈഡ്രേഷൻ നിലനിർത്തണം. അതേപോലെ നിങ്ങൾ ക്രിയേറ്റിനും കൂടുതലാണ്, GFR കുറവാണ്, കിഡ്നിക്ക് പ്രശ്നമുണ്ട്, നിങ്ങൾ നീരിറക്കൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധിതമായിട്ടും എന്ത് ചെയ്യണം, അതിൻ്റെ അളവിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ഒരു എക്സസ് ആയിട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കണം നോർമലായിട്ടുള്ള ആളുകൾ, ഒരു 2 മുതൽ 3 ലിറ്റർ വെള്ളം. ഈ വെള്ളം കുടിക്കുമ്പോഴാണ് ആക്ച്വലി മൂത്രം ഒഴിക്കുന്ന ടെൻഡൻസി കൂടുക, വേസ്റ്റ് മെറ്റീരിയൽ മൂത്രത്തിൽ പുറന്തള്ളി വരിക. അങ്ങനെ ഒരു ക്ലീനിങ് പ്രോസസ്സിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഇനി അതല്ല, നിങ്ങൾക്ക് കിഡ്നി ഡാമേജാണ്, ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണ്, പക്ഷേ ഈ വെള്ളം വേസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ശരീരത്തിന് പുറന്തള്ളാൻ പറ്റാത്ത കണ്ടീഷൻ വരും, അല്ലെങ്കിൽ അത് ലിമിറ്റഡ് ആയിട്ട് വരുന്നൊരവസ്ഥ വരും. അപ്പോൾ അത് കിഡ്നിക്ക് കൂടുതൽ ഡാമേജ് വരുത്തും. അപ്പോൾ നമുക്ക് എക്സസ് ആയിട്ട് വീണ്ടും ബോഡിയിൽ എന്ത് ചെയ്യും, മൂത്രം അല്ലെങ്കിൽ വേസ്റ്റൊക്കെ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പരിമിതമായിട്ട് ഡോക്ടേഴ്സൊക്കെ പറയുന്ന അളവിൽ മാത്രം എന്ത് ചെയ്യുക, കിഡ്നി രോഗികൾ വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കിഡ്നി നല്ല രീതിയിൽ വർക്ക് ചെയ്യട്ടെ, അതിനു വേണ്ടി നല്ല വെള്ളം കുടിക്കണം, നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് ഒരിക്കലും ചെയ്യരുത്. കാരണം നമുക്കവിടെ കിഡ്നി ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. ജോലി ചെയ്യാത്ത ഒരാൾക്ക് കൂടുതൽ വർക്ക് ചെയ്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ കൂടുതൽ വർക്ക് കൊടുത്താൽ എന്താ അവസ്ഥ ഉണ്ടാകാം, അതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും എന്ത് ചെയ്യും, വീണ്ടും കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ എന്നതുപോലെ തന്നെയാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യരുത്, ഇങ്ങനെ കംപ്ലൈൻ്റ് ഉള്ള ആളുകൾ ഒരിക്കലും എന്ത് ചെയ്ത് കൂടുതൽ വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടാകരുത്. അതുപോലെ എക്സസൈസുകൾ ചെയ്യാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, കിഡ്നി ഡാമേജ്ഡ് ആയിട്ടുള്ള ആളുകൾ, ക്രിയേറ്റിൻ കൂടിയ ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ എക്സസൈസുകൾ, നല്ല രീതിയിൽ എറോബിക് എക്സസൈസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഡീഹൈഡ്രേഷൻ വലിയ തോതിൽ ഉണ്ടാകും. അത് കിഡ്നിക്കൊന്ന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു റീസൺ. രണ്ടാമത്, നമ്മൾ എക്സസൈസുകൾ, മസിൽ ബിൽഡപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രോട്ടീൻ അല്ലെങ്കിൽ മസിലുകൾക്ക് ബ്രേക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നോർമലി നടക്കുന്നതാണ്. പക്ഷേ ഈ ബ്രേക്കായി കഴിഞ്ഞാൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ടും പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ക്രിയാറ്റിൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ക്രിയാറ്റിൻ അളവ് കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഓൾറെഡി ഡാമേജ്ഡ് ആയിട്ടുള്ള, ഞാൻ വീണ്ടും പറയാം, ഓൾറെഡി കിഡ്നി ഫംഗ്ഷൻ ഡാമേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ അമിതമായിട്ട് പ്രോട്ടീൻ എടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ആളുകൾ പ്രോട്ടീൻ്റെ സപ്ലിമെൻറ്റുകൾ അല്ലെങ്കിൽ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് എടുക്കാറുണ്ട്. അതിലും ഈ പറഞ്ഞതുപോലെ ക്രിയാറ്റിന് ചിലപ്പം ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ക്രിയാറ്റിന് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ലിമിറ്റഡ് ആയിട്ട് മാത്രം കൺസ്യൂം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു പ്രൊഫഷണലിൻ്റെ സഹായത്തോടു കൂടെ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി അതേസമയം ഇതൊക്കെ ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തതാണ്. അതേസമയം നമ്മൾ എന്ത് ചെയ്യണം, ചില ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടത്, നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളും കഴിക്കണം. അതെന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വൈറ്റമിൻസ് നിലനിർത്താൻ, നമ്മുടെ ഹീലിംഗ് പ്രോസസ്സുകൾ നിലനിർത്താൻ, നമ്മുടെ ബോഡിക്ക് വേണ്ടതല്ല പ്രസൻസുകൾ, വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഘടകങ്ങളൊക്കെ ലഭിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളും കഴിക്കണം എന്ന് പറയുന്നത്. എന്നതുപോലെ ഷുഗറുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഷുഗറൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക, മധുരമൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ എന്ത് ചെയ്യുക, ഒമേഗ 3 ഒക്കെ, ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒമേഗ 3 സപ്ലിമെൻറ്റുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കാരണം ഒമേഗ 3യുടെ ഒരു പ്രത്യേകത, ഇത് നല്ല രീതിയിൽ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഡയബറ്റീസും വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ മെറ്റബോളിസം ഡാമേജ്ഡ് ആകും, കിഡ്നി ഡാമേജ്ഡ് ആകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ഒമേഗ 3 ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയിൽ ഇൻഫ്ലമേഷൻ വലിയ തോതിൽ എന്ത് ചെയ്യും, ഗ്രാജുവലി അത് കുറച്ച് വരും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു മത്സ്യം കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രോട്ടീൻ കൂടും, പക്ഷേ അതിൻ്റെ സപ്ലിമെൻ്റ് ആയിട്ടുള്ള ഒമേഗ 3 നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻ കൂടുകയില്ല, എന്നാൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ അത് നന്നായിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന് നല്ലതാണ്. അതും ഒരു ഡോക്ടർ നിർദ്ദേശത്തിൽ മാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളും അതേപോലെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കുക. അതേപോലെ ഉപ്പ് കുറഞ്ഞതൊക്കെ ഒഴിവാക്കുക, ഉറക്കം പ്രോപ്പറാക്കി എടുക്കുക, എക്സസൈസുകൾ ഹെവി ചെയ്യാതിരിക്കുക, അമിതമായിട്ട് വെള്ളം കുടിക്കുന്ന ശീലങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക. അതേപോലെ തന്നെയാണ് മുട്ടയും മറ്റു പ്രോട്ടീനുകളൊക്കെ അമിതമായിട്ട് എടുക്കുന്ന ശീലങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതൊന്ന് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ തോതിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, ഡയാലിസിസ് ഒന്നും ഇല്ലാതെ, ക്രിയേറ്റിൻ കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം,
നല്ല രീതിയിൽ കൊണ്ടുപോകാം. അതല്ല നിങ്ങൾ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മെല്ലെ മെല്ലെ പതിയെ എന്ത് ചെയ്യാം, നമുക്ക് ക്രിയാറ്റിൻ്റെ അളവ് നമുക്ക് മെല്ലെ രീതിയിൽ കുറയ്ക്കാനും നീർക്കെട്ട് കുറയ്ക്കാനൊക്കെ അത് സഹായകരമാണ്. അത് നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ട്, കൂടുതലൊക്കെ അറിയാനൊക്കെ ഉള്ള താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.